സത്യം പറഞ്ഞത് എന്തിന്റെ മാച്ചാണെന്ന് കറക്റ്റ് സംഘാടകന്റെ അടുത്ത് തന്നെ ചോദിക്കാം. സംഘാടകനോ? ചെറുതായിട്ട് ഇത് കറക്റ്റ് മാച്ച് എന്ന് വെച്ചാൽ ടെക്നോ പാർക്ക് പ്രീമിയർ ലീഗ്, എല്ലാ വർഷവും ടെക്നോ പാർക്ക് നടക്കുന്ന ക്രിക്കറ്റ് പ്രീമിയർ ലീഗാണ്. ഈ വർഷം അതിന്റെ ഇനോഗ്രേഷൻ മാച്ച് നമ്മൾ ചെറിയൊരു ക്രിയേറ്റർ സ്ക്വാഡും പ്രതിധ്വനി 11-ആയിട്ടായിരിക്കും അതിന്റെ ഒരു പ്രാക്ടീസ് മാച്ചായിട്ട് വന്നത്. നമ്മളെ ഇല്ലാത്ത തിരുവനന്തപുരത്തിന് ഒഴിവാക്കി 3 ടീം ഉണ്ടാക്കിയിട്ട് ഒരു ടീമിൽ അല്ലെങ്കിൽ വെള്ളം കൊടുക്കാൻ എന്നാ അവന്മാര് അത് പോട്ടെന്ന് വിചാരിക്കാം. ഇത്ര ഉള്ള ബാറ്റ് വെച്ച് കളിപ്പിച്ച് അതിന് നമ്മൾ പോയി രാവിലെ തൊട്ട് ഉച്ചവരെ പോയി വീഡിയോ എടുത്ത് ഗ്രൂപ്പിലിട്ടിട്ട് അത് പോരാത്തോണ്ട് എന്നെ നാട്ടിച്ചു. എന്റെ ഓരോ ഓവർ ഞാൻ കിടന്ന് തുഴയുന്നത് ഇവൻ 1 മില്യൺ അടുപ്പിച്ചു. അതുകൊണ്ട് എന്നിട്ടും വെള്ളം കൊടുക്കാൻ പോലും വിളിച്ചില്ല. എന്നാൽ ഞാൻ കൊച്ചിയിലുണ്ട്, ഞാൻ കൊച്ചിയിലാണ് വർക്ക് ചെയ്യണ. എന്നെ പോലും ഇല്ല ഇനിയും പറഞ്ഞോണ്ടിരിക്കും. നിന്നെ സമ്മതിക്കില്ല, കുതിരി പൊട്ടാക്കട്ടെ. എന്റെ പേഴ്സണൽ നമ്പർ വരെ ഉള്ള ആൾക്കാരാണ്, ഒരു വാക്ക് പോലും പറഞ്ഞില്ല. പിന്നെ ടെന്നീസ് അല്ല ഇത്, മറ്റേത് അന്ന് ചുക്കാമണി കൊണ്ട് രക്ഷപ്പെട്ടു, മറ്റൊരു രക്ഷയില്ല. അതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പാലാരോട്ടത് നമ്മുടെ ചുക്കാമണി ഓർത്താണ്. ഈ ചുക്കാമണിയെ കുറിച്ച് ഇത്രയും കൺസേൺ ഉള്ള എന്നാ അവിടെ കളിക്കുന്ന ബാക്കി ആരുടെ ചുക്കാമണിയെ കുറിച്ചും ഇവര് കൺസേൺ ഇല്ല. കഴിഞ്ഞ ചെറിയ പാവം തോന്നി, എന്നിട്ട് ആ വേദന സഹിച്ച് അവിടെ നിന്ന്. മറ്റേലാണെങ്കിൽ പിന്നെ സർജറി ചെയ്ത് കളഞ്ഞ് പാലാരോട്ടത്ത് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ടാണ് പിന്നെ അല്ല ഞാൻ റീസെന്റ് ആണ് എല്ലാവരും കമന്റ് ഓൾഡ് സ്കൂൾ ബസ്. നീ കളിക്കാൻ താല്പര്യമുണ്ടോ? പറയൂ താല്പര്യമുണ്ട്. ഇന്ന് തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കും. പോരെ 3 ടീമായി, ഇനി അവർ ടീം എന്ന് പറയുന്നത് ഇന്ന് ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഞാനാണ് ക്യാപ്റ്റൻ. ഇന്ന് ബാറ്റിംഗ് ഇല്ല, നമ്മള് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മള് ബാറ്റിംഗ് സ്ക്വാഡ് ഇന്ന് ഫീൽഡിംഗ് മാത്രം. വലിയ പേടിയില്ല, പെട്ടെന്ന് ഔട്ടായി വരുമല്ലോ. ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ടെക്നോ പാർക്കിൽ പണ്ട് കളിക്കാൻ വന്നിട്ടുണ്ട്. നമ്മളെ ടീമിൽ കളിച്ച വിശാഖേട്ടൻ്റെ ഒക്കെ ടീമിൽ ഒരു പ്രാവശ്യം കളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇവിടെ കളിക്കാൻ വരുന്നത്. ഇത് 360 ഗ്രൗണ്ടാണ്. പിന്നെ ഓപ്പോസിറ്റ് ടീം നല്ല കില്ലൻ ടീമാണ്. ജിതിൻ ചേട്ടനൊക്കെ ഉണ്ട്. എന്തായാലും അടിപൊളി കളിയായിരിക്കും. ടെന്നീസിൽ സത്യം പറഞ്ഞ ബാറ്റൊന്നും കയറുന്നില്ല സ്റ്റിച്ച് കളിക്കാൻ പോയതിന് ശേഷം. എന്തായാലും നോക്കാം. ആർക്കായിരുന്നു ടോസ്? ഫ്രണ്ട്ലി ബാറ്റ് ഉണ്ട്. അവർ നമുക്ക് ബാറ്റിംഗ് തന്നു. Shot. 6. Goal. വീണ്ടും കളിക്കുന്നത് കൊള്ളാം. 4. സെയിം റിസൾട്ട്. കൊള്ളാം അനീഷ്, കൊള്ളാം. നമ്മള് ഇതാണ് കരട് വലിയാണ്. അല്ല നമ്മൾ ആദ്യം shot. തൂക്കി. അപ്പൊ നമ്മൾ പോവാണ്.
രണ്ട് ബോളിൽ 4 അനന്തു 2 ബോളിൽ 4 എടാ ഒരു ബോളിൽ 2 ഓടാ ലൈവ് മാച്ച് ഇനാഗുറേഷൻ മാച്ച് തുടങ്ങി ഇങ്ങനെ അല്ലെങ്കിലും നല്ല ഗ്രൗണ്ടിൽ കളിക്കാൻ വരുമ്പോൾ ഈ മഴയ്ക്കുള്ള പ്രശ്നമുള്ളത്. എൻ്റെ ഒരു ശത്രുത ഉണ്ടെന്ന് എനിക്കറിയണം. ഒന്നും ചെയ്തിട്ടില്ല ഈ മഴയെ, ചീത്ത പോലും വിളിച്ചിട്ടില്ല. ഇടയിൽ കളിക്കാൻ ഇങ്ങനെയൊക്കെ ഒരു മഴ പെയ്യുമ്പോൾ മാത്രം 2 ഇത്തിരി ചീത്ത വിളിക്കുമെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല അവസരങ്ങൾ കിട്ടുന്ന ഗ്രൗണ്ടിൽ മഴ. അതായത് നമ്മളിത് പ്രാക്ടീസ് മാച്ച് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എങ്ങനെ തന്നെ കളിച്ചത്. എൻ്റെ കളിയല്ലേ, എൻ്റെ കളിയും മൂന്നാമത്തെ കളിയായിരുന്നു. അതായത് ലാസ്റ്റ് ബോൾ വരെ കളി ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ 3 മാച്ച് കളിക്കാനാണ് വന്നത്. അതായത് 8 ഓവറിൻ്റെ 3 മാച്ച്. 22-ാം തീയതി ഇവിടെ ഇവരെ ടെക്നോ പാർക്ക് ലീഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരെ ചാമ്പ്യൻസ് പൂളോടോ അങ്ങനെ എന്തോ പറഞ്ഞല്ലോ അനീഷേ? ഏതാണ് ചാമ്പ്യൻസ് പൂൾ അല്ലേ അവർക്ക്? ഇനാഗുറേഷൻ മാച്ച് ടെക്നോ പാർക്ക് ലീഗിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ തന്നെയാണ് ഒരു ഇനാഗുറേഷൻ വെക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അല്ല, അതിന് ഗ്രൂപ്പ് സ്റ്റേജ് അങ്ങനെ ചാമ്പ്യൻ സ്റ്റേജ് അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളൊരു ക്രിയേറ്റേഴ്സും, അതായത് ട്രിവാൻഡ്രത്തുള്ള നമ്മളെ ക്രിയേറ്റേഴ്സ് സ്ക്വാഡ് അല്ല, അവർ എല്ലാവരും കൂടി ഇങ്ങനെ വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ ട്രിവാൻഡ്രത്തുള്ള, അതായത് ജാസി സെറ്റ് ചെയ്ത് ചൂരല്ല ജാസി സെറ്റ് ചെയ്ത് കളിക്കാന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറയാം ഓക്കെ, ക്രിക്കറ്റല്ലേ, ക്രിക്കറ്റാണെങ്കിൽ നമ്മളവിടെ പോയി കളിക്കുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരെയും കൂടി വെച്ച് നമ്മൾ അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യണമല്ലോ. പിന്നെ ഇന്നത്തെ അവിടുത്തെ പിച്ചെന്ന് പറഞ്ഞാൽ മറ്റേ കച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അത് ഗോലി കളിക്കുന്ന ആൾക്ക് ഭയങ്കര കുഴിയും കാണാം. ഓൾറെഡി എല്ലാവരും പ്രാക്ടീസ് അവിടെ നിൽക്കാൻ തന്നെ ഒരു സുഖമില്ല. പിന്നെ എനിക്കിന്ന് ഇത്തിരി ആർത്തിയായി. ഇപ്പോൾ ഷോർട്ട് ബോൾ ഉണ്ടപ്പോൾ ഇങ്ങനെ അത് വൈഡ് പോയത് നിർത്തി വയ്ക്കേണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ബോളിങ് എറിയാൻ പറ്റി. പക്ഷേ ഇന്ന് നമ്മൾ ജയിച്ച കളിയായിരുന്നു കേട്ടോ. പക്ഷേ എന്തോ ലാസ്റ്റ് ബോൾ പക്ഷേ ഫൈറ്റ് കൊടുത്തു. നമുക്ക് പിന്നെ എറിയാൻ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു. പിന്നെ വിഷ്ണു അവരുടെ ടീമാണ് കളിക്കുന്നത്. നമുക്ക് ആൾ കുറവായതുകൊണ്ടാണ് നമ്മുടെ ടീം കളിച്ചത്. അപ്പോൾ നമ്മളെ ടീമിൻ്റെ സ്ട്രെങ്ത് അറിയാൻ വേണ്ടി നമ്മൾ തന്നെ ബോളിംഗ് കൊടുത്തതാണ്. സോ എന്നാലും നമ്മൾ ലാസ്റ്റ് ഓവർ വരെ കളി പോയി, കുഴപ്പമൊന്നുമില്ല, ബെറ്ററാണ്. ഇനി 22-ാം തീയതി കളി കാണാൻ ആൾക്കാരുണ്ടാവുമല്ലോ, നാണം കെടാതിരുന്നാൽ മതിയായിരുന്നു അത്. അല്ലടാ അനീഷ് എന്താ പറയാ? നമ്മള് ടർഫിൽ കളിച്ചിട്ടേ അത് വേറെ കളിക്കാൻ പോകുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സ്ഥിരം ഇപ്പം ടർഫിൽ കളിക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ഇതും പിച്ചും ഈ മണ്ണും തമ്മിൽ രാപ്പൊരു വ്യത്യാസമുണ്ട്. അത് മണ്ണ് തന്നെ നമ്മള് റെഡി ആക്കിയിട്ടിങ്ങനെ അല്ല റെഡി ആയിട്ടില്ല. ഇത് സംഭവം എന്ന് വെച്ചാൽ അവിടെ ഫുള്ള് നല്ല പിച്ച്, നല്ല മണ്ണ് കിടപ്പുണ്ട്, നല്ല മണ്ണ്. ബോൾ ഇടിച്ചിട്ട് പയ്യൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ടർഫിൽ കളിക്കുന്നത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കളിക്കാൻ അറിയാന്നുള്ളവർ കളിക്കാത്ത വേറെ ആയിരുന്നു. നമുക്കതൊക്കെ ഒരു റീസണാണ്. എങ്കിലും ഇന്നത്തെ കുറച്ച് ഷോക്ക് വരുന്നത് അവർക്കും നിങ്ങൾ കണ്ടല്ലോ, അവരും സ്ഥിരം അവിടെ കളിക്കുന്നവരായിട്ട് പോലും അവര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊന്നുമല്ല, ഞാനൊക്കെ എറിയണതേ ഭാഗ്യം. എന്നിട്ട് എന്റെ പുറകെ 3 എന്നുള്ളൂ. കാരണം അവിടെ അത്യാവശ്യം നല്ല വീണ് കഴിഞ്ഞാൽ ബോൾ കളിക്കാൻ ഭയങ്കര പാട്. എപ്പോഴെങ്കിലും അടുത്തൊരു മാച്ച് കൂടി വെക്കുമെന്ന് വിചാരിച്ചു. ഇന്ന് 3 മാച്ചൊക്കെ ഉള്ളതുകൊണ്ട് ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്നൊരു മാച്ചേ ഉള്ളൂ. നമ്മളിനിപ്പോൾ ട്രൈ സീരീസ് വയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ടീം സൂപ്പർ ഹീറോസ് എന്ന് പറഞ്ഞ ടീം ചൂരല് ആൻഡ് ഓൾഡ് സ്കൂൾ ബോയ്സ്. അപ്പോൾ അവരെ നമ്മൾ ക്രിയേറ്റർ സ്ക്വാഡ് എടുക്കണില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കളിക്കണമെന്നുള്ളവരെയൊക്കെ ഞാൻ മാക്സിമം ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാനായിട്ട് ആരും ആഡ് ചെയ്തിരുന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിലും കുറേ ആൾക്കാർ പറഞ്ഞാൽ ഓൾഡ് സ്കൂളുകാരെ ആഡ് ചെയ്യാനായിട്ട് ആരും എനിക്ക് മെസ്സേജ്, എൻ്റെ നമ്പർ എല്ലാവരുടെയും ഉള്ളതാണ്.
ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ നമ്മൾ അതിടും. നമുക്ക് നമ്മൾ ഇത്രയും ആൾക്കാരെ കളിക്കാൻ ആഗ്രഹമുള്ളവർ നമ്മൾ ചോദിച്ചു. നമ്മൾ ക്രിയേറ്റേഴ്സിനെ എല്ലാവരും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരാരും പറഞ്ഞിട്ടില്ല. ഇനി അവർ ഓക്കെ എന്ന് തമാശ രൂപത്തിൽ പറഞ്ഞു. സീരിയസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആഡ് ചെയ്യാം. അല്ലാതെ നമുക്ക് എന്ത് പ്രശ്നം ഇരിക്കുന്നു. നമ്മൾ കളിക്കുന്നു, എല്ലാവരും കളിക്കട്ടെ ക്രിക്കറ്റ്. സന്തോഷമുള്ളൂ. എത്ര നാൾ കളിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അത്രയും നാൾ നമ്മൾ കളിക്കുക, എൻജോയ് ചെയ്യുക ലൈഫ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ ഗൈസ്, ലവ് യു.